പാലിയേക്കരയിലെ ടോൾ വിലക്ക് തുടരും. ടോൾ പുനഃസ്ഥാപിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. റോഡ് തകർച്ച പരിഹരിക്കാൻ 15 ദിവസം കൂടി ദേശീയപാത അതോറിറ്റി സാവകാശം ചോദിച്ചു. കേസിൽ തൃശൂർ കളക്ടറോട് ഓൺലൈനായി ഹാജരായി സ്ഥിതിഗതി വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. അണ്ടർപാസ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അപകടം പതിവാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. അഹമ്മദ് മുജ്തബ ചേരുന്നു വീണ്ടും. മുജ്തബ, എത്ര നാളത്തേക്ക് കൂടിയാണ് നീട്ടിയത്? നേരത്തെ ഈ 9-ാം തീയതി വരെയായിരുന്നു ഹൈക്കോടതിയുടെ വിലക്കുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഈ വിഷയം പരിഗണിച്ചപ്പോഴാണ് വളരെ വിശദമായി തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതി വളരെ വിശദമായി പരിശോധിച്ചത്. മാത്രമല്ല, നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. ഏറെക്കുറെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് പുനഃസ്ഥാപിക്കണം, ടോൾ പിരിവ് വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഇന്ന് തൽക്കാലം അത് പരിഗണിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. എന്തായാലും ഇന്നുകൂടി ആ വിലക്ക് തുടരും. നാളെ ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് എത്ര ദിവസത്തേക്ക് എന്നുള്ളത് കാര്യത്തിൽ കോടതി കൃത്യമായ ഒരു നിലപാടെടുക്കുക. ഒരുപക്ഷെ വിലക്ക് തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത നിലവിലെ മറ്റു വിശദാംശങ്ങൾ കൂടി, പ്രത്യേകിച്ച് ജില്ലാ കളക്ടറോട് നാളെ നേരിട്ട് ഓൺലൈനിൽ ഹാജരായി സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് ആമ്പല്ലൂർ ഭാഗത്തൊക്കെയുള്ള നിരവധി പ്രദേശങ്ങളിൽ വാഹന ഗതാഗതം ഇപ്പോഴും ഉണ്ട്. ഒപ്പം തന്നെ നിരവധി വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ ഇപ്പോഴും പൂർണ്ണമായി ശരിയായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇന്നെന്തായാലും ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. നിലവിലെ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ നാളെ ഓൺലൈനിൽ ഹാജരായി വിശദീകരിച്ചതിന് ശേഷമാണ് കോടതി ഒരു അന്തിമ തീരുമാനമെടുത്തത്. എന്തായാലും ഇന്ന് പലതവണ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പ്രത്യേകിച്ച് സർവീസ് റോഡുകൾ ഉൾപ്പെടെ ശരിയാക്കി തുടങ്ങിയിട്ടുണ്ട്. ഏറെക്കുറെ ഒരു 15 ദിവസത്തിനകം മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാകും. സ്ഥിതിഗതികൾ പൂർണ്ണമായും മുൻപത്തേതുപോലെ സമാനമായ രൂപത്തിൽ പൂർണ്ണമായും സജ്ജമാകുന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വെച്ചു. പക്ഷേ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസിന്റെ റിപ്പോർട്ട് കൂടി കോടതി പരിഗണിച്ചു. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ചില അപകടങ്ങളെ കുറിച്ചുള്ള സൂചനകൾ കൂടിയുണ്ട്. അതുകൊണ്ട് അതുകൂടി പരിഗണിച്ച ശേഷം മാത്രമല്ല, നാളെ ജില്ലാ കളക്ടർ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നതെന്ന് കൂടി പ്രസക്തമാണ്. അതിനുശേഷമായിരിക്കും കോടതി അന്തിമ തീരുമാനമെടുക്കുക. അജിൻസ്. ശരി, അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ നൽകിയത്. പാലിയേക്കരയിൽ ടോൾ പിരിവ് വീണ്ടും നീട്ടി ഹൈക്കോടതി.